സഹോദരന്മാരെ, നമ്മൾ സൂറത്ത് സ്വാദിൻ്റെ അവസാന ഭാഗമാണിന്ന് ഇവിടെ ഇൻഷാ അല്ലാഹ് മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ആദമിനെ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചപ്പോൾ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി അള്ളാഹുവിനോട് അതിൽ എതിര് പ്രവർത്തിച്ച, വിസമ്മതിച്ച ആ വിഷയമാണ് പറഞ്ഞു വന്നത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് ചോദിച്ചു, അതിൽ നമ്മൾ പറഞ്ഞത് അല്ലേ, യാ ഇബ്ലീസു മാ മനഅക അൻ തസ്ജുദ ലിമാ ഖലഖ്തു ബിയദൈ അസ്തക്ബർത അം കുൻത മിനൽ ആലീൻ. ഞാൻ എൻ്റെ ഇരു കരങ്ങൾ കൊണ്ട് സൃഷ്ടിച്ച ആദമിന്, മനുഷ്യന് സുജൂദ് ചെയ്യാൻ നിനക്ക് തടസ്സമായത് എന്ത് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. അസ്തക്ബർത്ത്, നീ അഹങ്കരിച്ചതാണോ? അം കുൻത മിനൽ ആലീൻ, അതല്ല നീ ആലീങ്ങളിൽ പെട്ടോ എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചത്. ആലീൻ എന്ന് പറഞ്ഞാൽ ഈ പൊങ്ങച്ചം, ഔദത്യം നടിക്കുക, പൊങ്ങച്ചം നടിക്കുക, അവരിൽപ്പെട്ടവരാണ്. ആ വിഷയത്തിലുള്ള കാര്യങ്ങൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് പ്രതികരണം അതാണ്. ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ ഖാല ഫഖ്റുജ് മിൻഹാ ഫഇന്നക റജീം വ ഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ ഖാല റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ ഖാല ഫഇന്നക മിനൽ മുൻദരീൻ ഇലാ യൗമിൽ വഖ്തിൽ മഅലൂം. ഖാല, അപ്പോൾ അള്ളാഹുവിൻ്റെ ചോദ്യത്തിന് ഇബ്ലീസിൻ്റെ പ്രതികരണമാണ് അന ഖൈറും മിൻഹു, അന ഞാൻ, ഖൈറും മിൻഹു ഈ ബഷറിനേക്കാൾ, മനുഷ്യനേക്കാൾ ഖൈറാകുന്നു. ഖൈർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഖിയർ, ഏറ്റവും ശ്രേഷ്ഠമാകുന്നു, ഉത്തമനാകുന്നു. ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. ഖലഖ്തനി, നീ എന്നെ സൃഷ്ടിച്ചു, മിൻ നാരിൻ, നാറിൽ നിന്ന്, വ ഖലഖ്തഹു, അവനെ നീ സൃഷ്ടിക്കുകയും ചെയ്തു, മിൻ തീൻ, തീനിൽ നിന്ന്. തീൻ കളിമണ്ണ്, ചെളിമണ്ണ്. ഇവിടെ ഇബ്ലീസിൻ്റെ ആ പ്രതികരണം ഖാല അന ഖൈറും മിൻഹു, ഞാൻ അവനേക്കാൾ, മനുഷ്യനേക്കാൾ ഉത്തമനാകുന്നു. സൂറത്ത് ആറാഫിലും ഖാല യാ ഇബ്ലീസു മാ മനഅക അല്ലാ തസ്ജുദ ഇദ അമർതുക്, അവിടെയും പറഞ്ഞത് ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. ഇതിൽ നമുക്ക് മനസ്സിലാക്കാം ഇബ്ലീസ് മലക്കിൽപ്പെട്ടതല്ല. കാരണം ഇബ്ലീസ് തൻ്റെ സൃഷ്ടിപ്പിനെ കുറിച്ച് പറഞ്ഞത് ഖലഖ്തനി മിൻ നാർ, നാറിൽ നിന്ന് സൃഷ്ടിച്ചു എന്നാണ്. മലക്കുകൾ ഇവിടെ നിന്നാണ് മിൻ നൂർ, നൂറിൽ നിന്നാണ്. തയ്യബ്, ഇതിൽ കുറേ വിഷയങ്ങളുണ്ട്. ഒന്ന് ഈ അന പ്രയോഗം, ഖാല അന അല്ലേ. ഇനി ചില അറബികൾ പറയും അഊദു ബില്ലാഹി മിൻ അൻ അഖൂല അന, അന എന്ന് പറയുന്നതിനെ തൊട്ട് ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു അല്ലേ. അതെന്തുകൊണ്ടാണ്? ഈ അന എന്നുള്ളത് ഒരു അഹംഭാവത്തെ പ്രതിഫലിപ്പിക്കും, ഞാനെന്ന്. അപ്പോൾ അതുകൊണ്ടാണ് പറയുന്നത്. പക്ഷേ അങ്ങനെ നിരുപാധികം പറയാൻ പാടുള്ളതല്ല. അന എന്ന് ഒരാൾക്ക്, ഇപ്പോൾ ഒരാളൊരു കാര്യം ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനത് ചെയ്തു എന്നോ ഞാൻ ഇന്ന കാര്യം ചെയ്യുമെന്നൊക്കെ പറയുന്നതിന് പ്രശ്നമല്ല. പക്ഷേ എന്ത് വേണം? അതൊരു വിനയത്തിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം, വിനയത്തിൻ്റെ അടിസ്ഥാനത്തിൽ. പക്ഷെ പലപ്പോഴും ഈ അനപ്രയോഗം അതുകൊണ്ടാണ് എനിക്കൊണ്ട് ഇബ്നുൽ ഖയ്യിമ തോന്നുന്നത്, അന പറയുമ്പോഴും ഇന്ദി എന്ന് പറയുമ്പോഴും ലീ എന്ന് പറയുമ്പോഴും സൂക്ഷിക്കണം. അന, ഇന്ദി, ലീ, അതെന്ത് വേണ്ട? അത് ഈ മൂന്നും പ്രയോഗിച്ച ചിലർ മഹാ അപകടത്തിൽപ്പെട്ടിട്ടുണ്ട്. അപകടവർത്താനായിട്ട് അവരുടേത് മാറിയിട്ടുണ്ട്. അന പ്രയോഗിച്ചിട്ട് അപകടത്തിൽപ്പെട്ടതാരാ? ഇബ്ലീസാണ്. അന ഖൈറും മിൻഹു. ഇന്ദി പ്രയോഗിച്ചിട്ട് അപകടത്തിൽപ്പെട്ടത് ഖാറൂൻ. ഖാല ഇന്നമാ ഊതീതുഹു അലാ ഇൽമിൻ ഇൻദി. ഖാറൂൻ്റെ സമ്പത്തും അവൻ്റെ ഗംഭീരമായ വീടും ഇതൊക്കെ അത് എൻ്റെ പക്കലുള്ള അറിവിനാൽ എനിക്ക് നൽകപ്പെട്ടതെന്നാണ് പറഞ്ഞത്. ഇന്ദി കേട്ടോ, അത് ഇന്ദി പ്രയോഗം അത് ഖാറൂനെ അപകടത്തിൽപ്പെടുത്തി. പിന്നെ ലീ എന്നുള്ളത്, ലീ ഫിറഔൻ, അലൈസ ലീ, എനിക്കല്ലേ മുൽക്ക് മിസ്ർ, ഈജിപ്തിൻ്റെ മുൽക്ക്. അപ്പോൾ ഈ അനയും ഇന്ദിയും ലീയൊക്കെ പ്രയോഗിക്കുമ്പോൾ അത് മനുഷ്യന്മാരെ അപകടത്തിൽ വീഴ്ത്തും. അന എന്ന് പറയുന്നത് എന്തല്ല, അതൊരു വിനയപ്പുറത്താണ് എങ്കിൽ അതിലൊരു പ്രശ്നമല്ല. പക്ഷെ പലപ്പോഴും അന പ്രയോഗിക്കുമ്പോൾ ചിലർ ഈ വിനയാനിതനായ ഞാൻ എന്നൊക്കെ പറഞ്ഞിട്ട് പറയും അല്ലേ, മുത്തവാദിയായ വിനയാനിതനായ ഞാൻ എന്ന് പറയും. ആ വിനയാനിതനായ ഞാൻ എന്ന് പറയുന്നതിന് വലിയ അപകടത്തിൻ്റെ വർത്താനാണ്.
ചില പ്രാസംഗികരും വല്ലാതെ ഈ ഞാൻ വർത്തമാനത്തിൽ പ്രയാസപ്പെടും. അള്ളാഹു കാക്കട്ടെ, നഅൂദുബില്ലാ. തൈ ഏതായാലും ഇബ്ലീസ് പറഞ്ഞു ഖാല അന ഖൈറും മിൻഹു. അതെങ്ങനെ ഇബ്ലീസ് പറയും ഈ അന ഖൈറും മിൻഹു അല്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാൻ ലിമാ ഖലഖ്തു ബിയദയ്യ, എൻ്റെ ഇരു കരങ്ങൾ കൊണ്ട് ഞാൻ സൃഷ്ടിച്ചവൻ അല്ലേ? അതേപോലെ വനഫഖ്തു ഫീഹി മിർ റൂഹി, എൻ്റെ റൂഹിൽ നിന്ന് ഞാൻ പിന്നെ ഊതി. സവ്വൈതുഹു, ഞാൻ ശരിപ്പെടുത്തി. പിന്നെ അതാണ് പിന്നെ ഇബ്ലീസിൻ്റെ ആ വർത്തമാനത്തിൻ്റെ അപകടം. മാത്രമല്ല ഇബ്ലീസ് ഖിയാസ് ചെയ്തു. ഈ ഖിയാസിന് അൽ ഖിയാസുൽ ഫാസിദ് എന്ന് പറയും, അപകടകരമായ ഖിയാസ്. ഫാസിദുൽ ഇഅ്തിബാർ എന്ന് പറയും. ഉസൂലുൽ ഫിഖ്ഹിൽ ഒരധ്യായമാണ് ഖിയാസ്. ആ ഖിയാസിൽ തന്നെ ഖിയാസിൻ്റെ ഒരു വകുപ്പാണ് ഖിയാസുൽ ഫാസിദുൽ ഇഅ്തിബാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയല്ലാത്ത ഖിയാസ്. ഖിയാസ് ശരിയാണ്, തെളിവുണ്ട്, അത് ഖിയാസ് കൊണ്ട് തെളിവെടുക്കാം. പക്ഷേ അത് അതിൻ്റെ ബാബിൽ. പക്ഷേ ഇവിടെ നോക്കി നിങ്ങൾ, ഇബ്ലീസ് ഖിയാസ് ചെയ്ത്, ആരെ ഖിയാസ് ചെയ്ത്? നാറിനെ തീനോട് ഖിയാസ് ചെയ്ത്. പിന്നെ ഒരു ഖിയാസും കൂടി ഉണ്ട്. അതെന്താ? നാറിനെ തീനോട് ഖിയാസ് ചെയ്ത്. പിന്നെ ഒരു ഖിയാസ് എന്താ? മനുഷ്യനോട് ഇബ്ലീസിന് ഖിയാസ് ചെയ്ത്. നാറിനാൽ നീ എന്നെ പടച്ചു, തീനിനാൽ അവനെ നീ പടക്കുകയും ചെയ്തു എന്നാണ്. അസ്ജുദു ലിമൻ ഖലഖത തീന എന്നാണ് സൂറത്ത് ഇസ്രായേൽ ഇബ്ലീസ് ചോദിച്ചത്. അസ്ജുദ്, ഞാൻ സുജൂദ് ചെയ്യുകയോ, ലിമൻ ഖലഖത തീന, നീ തീനാൽ സൃഷ്ടിച്ചവന്, നീ ചെളിമണ്ണിനാൽ സൃഷ്ടിച്ചവന് ഞാൻ സുജൂദ് ചെയ്യുകയോ എന്നാണ് ചോദിച്ചത്. അപ്പോൾ ഈ വർത്താനം പറയും മാത്രമല്ല ചെയ്തത്, പിന്നെ എന്ത് ചെയ്തിട്ടുണ്ട്? അവന് വിധിയും പ്രസ്താവിച്ചിട്ടുണ്ട്. തീനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാൻ ഒരിക്കലും മണ്ണാൽ സൃഷ്ടിക്കപ്പെട്ടവന് സുജൂദ് ചെയ്യുകയില്ല. സൂറത്തുൽ ഹിജ്റിൽ പറഞ്ഞത് ഖാല യാ ഇബ്ലീസു മാലക അല്ലാ തകൂന മിനസ് സാജിദീൻ ഖാല ലം അകുൻ ലി അസ്ജുദ ലി ബശരിൻ ഖലഖതഹു മിൻ സ്വൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ. സൂറത്തുൽ ഹിജ്റാണ്. അള്ളാഹിനോട് പറയണ ഇബ്ലീസ് ലം അകുൻ ലി അസ്ജുദ്, ഞാൻ സുജൂദ് ചെയ്യുന്നവനല്ല. ആർക്ക്? ലി ബശരിൻ, മനുഷ്യന്. ഖലഖ്തഹു, ആ മനുഷ്യനെ നീ സൃഷ്ടിച്ചു. മിൻ സൽസാലിൻ മിൻ ഹമഇൻ മസ്നൂൻ, മുട്ടിയാൽ ശബ്ദം പൊഴിക്കുന്ന ചുട് കട്ടയിൽ നിന്ന് സൃഷ്ടിച്ച മനുഷ്യന് ഞാൻ സുജൂദ് ചെയ്യൂല എന്ന് പറയുകയും ചെയ്തു. അപ്പോൾ പിന്നെ നാറ് തീനിനേക്കാൾ മുന്തിയതാണ്. നാറിനാൽ സൃഷ്ടിച്ച ഞാൻ ഒരിക്കലും തീനാൽ സൃഷ്ടിച്ചവന് സുജൂദ് ചെയ്യുകയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ നാറിനെ തീനോട് ഖിയാസാക്കി, മനസ്സിലായില്ലേ? എന്നിട്ട് പറഞ്ഞു നാറാണ് തീനിനേക്കാൾ ഉത്തമം. അത് എവിടുന്ന് കിട്ടി ഇബ്ലീസിന്? എന്ന് മാത്രമല്ല, ഇനി നാറ് തീനിനേക്കാൾ ഉത്തമമാണെന്നുള്ളത് ഇബ്ലീസിൻ്റെ ബുദ്ധിയുടെ തേട്ടാണ്. പക്ഷേ അള്ളാഹു സുബ്ഹാനഹു വ തആല മണ്ണാൽ സൃഷ്ടിച്ചവൻ എന്ത് ചെയ്തിട്ടുണ്ട്? സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. സുജൂദുലി ആദം അല്ലേ? ആദമിന് സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാളുടെ ബുദ്ധിയുടെ തേട്ടം ഈ കൽപ്പനയ്ക്ക് എതിരാകാൻ പാടുള്ളതല്ല. അവൻ്റെ അളവിൽ അതിന് വലിയതാണെങ്കിൽ തന്നെ, അത് വലിയതൊന്നുമല്ല, പക്ഷെ ആണെങ്കിൽ തന്നെ അള്ളാഹിൻ്റെ കൽപ്പനയോട് എതിരാകാൻ പാടില്ല, നെസ്സിനോട് എതിരാകാൻ പാടില്ല. അള്ളാഹു കൽപ്പിച്ചതാണ് സുജൂദുലി ആദമിന് നിങ്ങൾ സുജൂദ് ചെയ്യൂ എന്നുള്ളത്. പക്ഷേ ഇവനെന്ത് ചെയ്തു? ബുദ്ധിയിൽ അളന്ന് അള്ളാഹു ആദമിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞ്, ബഷറിന് സുജൂദ് ചെയ്യാൻ പറഞ്ഞ്, ഈ അള്ളാഹു കൽപ്പിച്ച ബഷർ അങ്ങനെ സുജൂദ് ചെയ്യാൻ അർഹനാണോ? അർഹനാണ്. പിന്നെ ആലോചന, ഞാൻ തീനാൽ സൃഷ്ടിക്കപ്പെട്ടത്, ബഷർ മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടത്, ചളിയാൽ. അപ്പോൾ ഒരിക്കലും മണ്ണും തീയും ഒരുപോലെയല്ല, ഞാനാണ് ശ്രേഷ്ഠം. കാരണം തീനാൽ സൃഷ്ടിക്കപ്പെട്ട ഞാനാണ് ശ്രേഷ്ഠം. അതുകൊണ്ട് ഒരിക്കലും തീനാൽ സൃഷ്ടിക്കപ്പെട്ടവന് മണ്ണിനാൽ സൃഷ്ടിക്കപ്പെട്ടവന് സ്തുതി ചെയ്യാൻ പാടില്ല എന്ന് ഇത് ഇബ്ലീസ് പ്രസ്താവിക്കുകയും ചെയ്തു. മനസ്സിലായി? അവൻ്റെ എത്ര അഹങ്കാരം! അല്ലാഹുൽ മുസ്തആൻ. ഇവിടെയാണ് പണ്ഡിതന്മാർ പറയുന്നത്, ഈ ഫാസിദുൽ ഇഅ്തിബാർ എന്ന് പറയും, മനസ്സിലായില്ലേ? ഇത്തരം ഇത് മണ്ണാണോ തീയാണോ തമ്മിൽ ശ്രേഷ്ഠം? രണ്ടും അള്ളാഹിൻ്റെ സൃഷ്ടികളാണ്. നാറും അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്, തീനും അള്ളാഹിൻ്റെ സൃഷ്ടിയാണ്. രണ്ടിനും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്. അതില്ലാതെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ഒന്നും വ്രത പടച്ചിട്ടില്ല. എല്ലാത്തിനും അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്. പക്ഷെ എന്നാലും താരതമ്യേന ഏതിനാണ് പിന്നെ കൂടുതൽ ധർമ്മം? തീനാണോ അതല്ല തീനാണോ മണ്ണിനാണോ? ഇവിടെ തീ കണ്ടുപിടിക്കപ്പെടുന്നതിന് മുമ്പ് എന്തുണ്ട്? മണ്ണുണ്ട്. പിന്നെ അതേപോലെ മണ്ണ് ഉപയോഗിക്കുന്ന ആളുകളുണ്ട് അല്ലേ? പിന്നീട് തീ കണ്ടുപിടിക്കപ്പെട്ടതാണ് അല്ലേ? തീന് അതിൻ്റേതായ ധർമ്മങ്ങളുണ്ട്.
പല പണ്ഡിതന്മാരും കുറേ കാര്യങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്, തീനിൻ്റെ ധർമ്മങ്ങളായിട്ട് മണ്ണിൻ്റെ ധർമ്മങ്ങളായി തീയെന്നാണ് കേൾക്കുന്നത്, മണ്ണിൻ്റെ ധർമ്മങ്ങളായിട്ട് കുറേ ഉദ്ധരിച്ചിട്ടുണ്ട്. അത്ര തന്നെ എന്തില്ല, തീയിന് ധർമ്മങ്ങളില്ല. പക്ഷേ എന്നാലും രണ്ടിനും അള്ളാഹു സുബ്ഹാനഹു വ തആല അതിൻ്റെ സൃഷ്ടിപ്പിൽ കുറേ ഗുണങ്ങളും ഫലങ്ങളും നിശ്ചയിച്ചിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ബുദ്ധിയിലിട്ട് അളന്നിട്ട് അള്ളാഹിൻ്റെ ഒരു കൽപ്പനയെ എന്ത് ചെയ്യാൻ പാടുള്ളതല്ല, ഒരിക്കലും ലംഘിക്കാൻ പാടുള്ളതല്ല. അതുകൊണ്ടാണ് ഇബ്ലീസ് എന്ത് ചെയ്തത്. ഇപ്പം നോക്കി, രണ്ട് പേരിൽ നിന്ന് പിഴവ് സംഭവിച്ചു. എവിടെ? പിന്നെ അവിടെ അത്യുന്നതങ്ങളിൽ അള്ളാഹുവിങ്കൽ. ഒന്ന് ആദമിൽ നിന്ന്, മറ്റൊന്ന് ഇബ്ലീസിൽ നിന്ന്. ആദമു റബ്ബഹു ഫഗാവ, ആദമിൽ നിന്നും തെറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ആദമിൻ്റെ തെറ്റും ഇബ്ലീസിൻ്റെ തെറ്റും തമ്മിൽ വ്യത്യാസം നോക്കി നിങ്ങൾ. ആദമിൻ്റെ തെറ്റും ഇബ്ലീസിൻ്റെ തെറ്റും തമ്മിലുള്ള വ്യത്യാസം, ഇബ്ലീസ് കൽപ്പനയെ ലംഘിച്ചു. ആദം വിരോധിച്ചത് പ്രവർത്തിച്ചു. മനസ്സിലായില്ലേ? കൽപ്പനയെ ലംഘിച്ചതാണ് ഗൗരവമായിട്ട് നമ്മൾ വായിക്കുന്നത്, അതല്ല വിരോധത്തെ പ്രവർത്തിച്ചതാണ്. വൃക്ഷത്തോടടുക്കരുത്, വൃക്ഷം രുചിക്കരുത് എന്ന് പറഞ്ഞ് ആദം എന്ത് ചെയ്തു? വൃക്ഷത്തോടടുത്തു, രുചിച്ചു. എന്നാൽ സുജൂദ് ചെയ്യാൻ കൽപ്പിച്ചു, ഇബ്ലീസ് സുജൂദ് ചെയ്യാനുള്ള കൽപ്പനയെ ലംഘിച്ചു. ഏതാ ഗൗരവതരം? തമ്മിൽ ഗൗരവതരം പണ്ഡിതന്മാർ പറയുന്ന തഫ്സീറുകളിൽ കാണാം, ഒരാൾ കൽപ്പനയെ ലംഘിക്കുമ്പോഴാണ്, അതാണ് ഗൗരവം. ഒരു കൽപ്പനയെ പരസ്യമായിട്ട് ലംഘിക്കുമ്പോൾ അതാണ് ഗൗരവം. ഒരു തെറ്റ് ചെയ്യുന്നതിനേക്കാൾ, രണ്ടും പാടില്ല, പക്ഷേ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ. അതുകൊണ്ടാണ് ഇബ്ലീസിൻ്റെ കൽപ്പനയുടെ ലംഘനം അത് ഏറ്റവും കടുത്തതായി, ഗൗരവതരായി. നോക്കി നിങ്ങൾ, ഇബ്ലീസിന് സംഭവിച്ചത് എന്താ? എന്നാൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാം വിലക്കിയത് ചെയ്തു പോയി. അതൊരു ഗഫ്ലത്തിൻ്റെ പുറത്താണ്, അശ്രദ്ധയുടെ പുറത്താണ്. പക്ഷേ എന്നാലും ആദം ആദരിക്കപ്പെട്ടു. രണ്ടാളും തമ്മിൽ വ്യത്യാസം നോക്കി, ഇബ്ലീസും ആദമും തമ്മിലുള്ള വ്യത്യാസം. ആദം തന്നിൽ നിന്ന് തെറ്റ് വന്നു പോയി. പക്ഷേ ഫതലഖ ആദമു മിൻ റബ്ബിഹി കലിമാത്തിൻ ഫതാബ അലൈഹി, അള്ളാഹുവിൽ നിന്ന് ചില വചനങ്ങൾ സ്വീകരിച്ചു. തലഖ ആദം സ്വീകരിക്കുക ചെയ്തത്, മനസ്സിലായില്ലേ? എന്നിട്ട് അള്ളാഹിനോട് ദുആ ചെയ്തു. ഫതാബ അലൈഹി, അള്ളാഹു ആദമിൻ്റെ പശ്ചാത്താപം സ്വീകരിച്ചു. നോക്കി നിങ്ങൾ, ആദം റബ്ബന വലംന അൻഫുസന ഫഇല്ലം തഗ്ഫിർ ലനാ വതർഹംന ലനകൂനന്ന മിനൽ ഖാസിരീൻ. ഉണ്ടോ? പണ്ഡിതന്മാർ പറയാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ, റുബ്ബ മാസിയത്തിൻ ഔറസത് ദുല്ലൻ വൻകിസാറ ഖൈറും മിൻ താഅത്തിൻ ഔറസത് ഇസ്സൻ വസ്തിക്ബാറ എന്ന്. റുബ്ബ മാസിയത്തിന്, എത്ര തെറ്റുകുറ്റങ്ങളാണ്. ഔറസത്ത്, ആ തെറ്റുകൾ ഒരാൾക്ക് അനന്തരമാക്കുന്നു. ദുല്ലൻ വൻകിസാറ, വിധേയത്വം. തെറ്റിനപ്പുറം വിധേയത്വവും വിനയവും ഒരാൾക്ക് ഉണ്ടാവുകയാണ് എങ്കിൽ അതാണ് ഖൈറുമിൻ താഴത്തിൻ, ഒരു പുണ്യം ചെയ്യുന്നതിനേക്കാൾ ഉത്തമം. ഔറസത്ത്, ആ പുണ്യം അയാൾക്ക് അനന്തരമാക്കുന്നു. ഇസ്സൻ വസ്തിക്ബാറ, അഹങ്കാരവും പൊങ്ങച്ചവും. ഒരാളൊരു പുണ്യം ചെയ്ത്, നന്മ ചെയ്ത്, എന്നിട്ട് അയാൾ അഹങ്കരിക്കണം, ഞാൻ ഉഷാറായി, ഞാൻ ബഹുമാനപ്പെട്ടവരായി എന്ന് അഹങ്കരിക്കുകയാണെങ്കിൽ ആ നന്മയേക്കാൾ നല്ലത് ഒരു തെറ്റ് ചെയ്തിട്ട് അയാൾ എന്ത് ചെയ്യാണ്, പിന്നെ അയാൾ വിനയപ്പെടുകയും വിധേയത്വമുള്ളവനാവുകയും ചെയ്യുന്നുവെങ്കിൽ ആ തെറ്റാണ് എന്നാണ് പറയുന്നത്. ഇപ്പം നോക്കി, ആദമിൽ നിന്നൊരു തെറ്റ് വന്നു. പക്ഷേ ആദമിന് അതെന്താണ് ഉണ്ടാക്കിയത്? ദുല്ലൻ വൻകിസാറൻ, വിധേയത്വവും വിനയാണ് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് അള്ളാഹുവിൽ നിന്ന് വചനം സ്വീകരിച്ചിട്ട് തൗബ ചെയ്തത്. മനസ്സിലല്ലേ? അപ്പോൾ പണ്ഡിതന്മാർ പറയാണ്, അഹങ്കാരവും പൊങ്ങച്ചവും പുണ്യപ്രവൃത്തിയിലൂടെ ഒരാൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ ആ പുണ്യപ്രവൃത്തിയേക്കാൾ നല്ലത് എന്താണ്? വിനയവും വിധേയത്വവും ഒരാൾക്ക് സമ്മാനിക്കുന്ന അയാളുടെ വീഴ്ചയാണ്, തെറ്റാണ് എന്ന്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം ഇവിടെ ആദമിൽ നിന്ന് വീഴ്ച വന്നു. പക്ഷേ ആദം അലൈഹി സ്വലാത്തു വസ്സലാം വിനയമുള്ളവനായി, വിധേയത്വമുള്ളവനായി. അതുകൊണ്ട് തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ ആദരിച്ചു, ബഹുമാനിച്ചു. എന്നാൽ ഇബ്ലീസിൽ നിന്ന് വീഴ്ച വന്നു, തെറ്റ് വന്നു. പക്ഷേ ഇബ്ലീസിന് ആ വീഴ്ച ഉണ്ടാക്കിയത് എന്താണ്? പിന്നെ അഹങ്കാരമാണ്. മാത്രമല്ല ആ അഹങ്കാരം ഈ രീതിയിലുള്ള വർത്തമാനം പറയിക്കാൻ, മനസ്സിലായില്ലേ, കാരണമാക്കി. ഇവിടെ പറഞ്ഞത് അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ ഖലഖ്തഹു മിൻ തീൻ എന്നാണ്. പിന്നെയും പറയുന്നുണ്ട്, ഉണ്ടോ, ഫബി ഉസ്സതിക ലഉഗ്ദിയന്നഹും അജ്മഈൻ, ഇങ്ങനെയൊക്കെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി എന്നേക്കുമായിട്ട് എന്ത് ചെയ്തു? ശപിക്കപ്പെടുന്ന അവസ്ഥ വന്നു. ഖാല അന ഖൈറും മിൻഹു ഖലഖ്തനി മിൻ നാരിൻ വ ഖലഖ്തഹു മിൻ തീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ പാപിയുടെ കുഫറിൻ്റെ ഈ അഹങ്കാരത്തിനോട് പ്രതികരിച്ചത്, ഖാല, അള്ളാഹു പറഞ്ഞു, ഫഖ്റുജ് മിൻഹ ഫഇന്നക റജീം. ഫഖ്റുജ് എങ്കിൽ നീ പുറപ്പെടുക, പുറത്തു പോവുക.
മിൻഹ അതിൽ നിന്ന്, മിൻഹ എന്ന് പറഞ്ഞെങ്കിൽ മിനൽ ജന്ന സ്വർഗത്തിൽ നിന്ന്. ഫഇന്നക റജീം കാരണം നീ റജീമാകുന്നു. റജീം എന്ന് പറഞ്ഞെങ്കിൽ മർജൂം. റജ്മ് എന്ന് പറഞ്ഞെങ്കിൽ കല്ലേറിനാണ് പറയാം. റജിം കല്ലേറിനാണ് പറയാം അല്ലേ, കല്ലെറിഞ്ഞ് ഓടിക്കുകയാണ് അല്ലേ. പക്ഷെ അത് ഇവിടെ ദൂരപ്പെടുത്തപ്പെട്ടവൻ, മത്രൂദ് എന്ന അർത്ഥത്തിൽ. മത്രൂദ് ഏതിൽ ദൂരപ്പെടുത്തപ്പെട്ടവൻ? അള്ളാഹുവിൻ്റെ കാരുണ്യത്തിൽ നിന്നും നന്മകളിൽ നിന്നും സ്വർഗത്തിൽ നിന്നും ഒക്കെ ദൂരപ്പെടുത്തപ്പെട്ടു. എല്ലാ നന്മകളിൽ നിന്നും അകറ്റപ്പെട്ടു. അതാണ് റജീം. എല്ലാ ഖൈറാത്തുകളിൽ നിന്നും, അള്ളാൻ്റെ റഹ്മാത്തിൽ നിന്നും, അള്ളാൻ്റെ ജന്നത്തിൽ നിന്നും റജീം മർജൂം ദൂരപ്പെടുത്തപ്പെട്ടവൻ. അള്ളാഹു പറഞ്ഞു ഫഖ്റുജ് മിൻഹ ഫഇന്നക റജീം എന്ന് മാത്രമല്ല, അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വഇന്ന അലൈക ലഅനതി ഇലാ യൗമിദ്ദീൻ. വഇന്ന അലൈക തീർച്ചയായും നിൻ്റെ മേലുണ്ട്, ലഅനതി എൻ്റെ ശാപം. അള്ളാഹു പറയുന്നത് എൻ്റെ ശാപം, ഇലാ യൗമിദ്ദീൻ. ഇലാ യൗമിദ്ദീൻ എന്ന് യൗമുദ്ദീൻ അന്ത്യനാൾ വരേക്കും. അന്ത്യനാൾ വരേക്കും. അന്ത്യനാൾ വരേക്കും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ത്യനാളായി കഴിഞ്ഞാൽ പിന്നെ ലാനത്തില്ല എന്ന് അല്ല. പിന്നെയോ അന്ത്യനാൾ വരേക്കും ലാനത്താണെങ്കിൽ പിന്നെ അതിനപ്പുറം ലാനത്ത് പറയേണ്ടതില്ല. അന്ത്യനാൾ ഭവിക്കുന്നതിന് പുറത്ത് എന്ത് ചെയ്യണം? ലാനത്തല്ലാതെ വല്ലതും നേടണം. അപ്പോൾ പിന്നെ ഒരു വേള അന്ത്യനാളിൽ പിന്നെ അനുഗ്രഹത്തിന് പാത്രീഭൂതനായേക്കാം. അതേസമയം അന്ത്യനാൾ വരേക്കും ഒരാൾ അള്ളാഹുവിൻ്റെ ലാനത്താണെങ്കിൽ, എല്ലാ ഖൈറുകളിൽ നിന്നും ദൂരപ്പെടുത്തപ്പെട്ട അവസ്ഥയാണ് എങ്കിൽ പിന്നെ അതിനപ്പുറം എന്താണ് ഓനക്ക് ഉള്ളത്? ലാനത്തല്ലാതെ. അതാണ് വൈന അലൈക ലാനത്തി ഇലാ യൗമിദ്ദീൻ. ഖാല റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ. ഖാല അപ്പോൾ ഇബ്ലീസ് പറഞ്ഞു, റബ്ബി എൻ്റെ റബ്ബേ, എൻ്റെ റബ്ബേ, ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ. ഫഅൻദിർനി, ഈ ഫാക്കൊക്കെ ഫ തഫ്രീഅ എന്നാണ് പറയുന്നത്. ഫ ഇന്നക, അതേപോലെ ഫഅൻദിർനി, ഫ ഇന്നക, ഇവിടെ ഒക്കെ പറയപ്പെട്ട ഫാൻ അങ്ങനെ ഒരു പിന്നെ നാമകരണം കണ്ടു. ഏതായാലും ഖാല റബ്ബി, ഇബ്ലീസ് പറഞ്ഞു റബ്ബെ, എൻ്റെ റബ്ബെ, റബ്ബീ എന്നാണ്. പക്ഷേ യാവുൽ മുത്തക്കല്ലിം അവിടെ കളഞ്ഞ്, എന്നിട്ട് അത് കളഞ്ഞതിന് അടയാളമാണ് ഈ കസറത്ത് ബാക്ക്. എൻ്റെ റബ്ബെ, ഫഅൻദിർനി എങ്കിൽ എന്നെ നീ, അന്തറ എന്ന് പറഞ്ഞാൽ കാലതാമസം നൽകുക, കാലതാമസം നൽകുക. അന്തിർനി എനിക്ക് കാലതാമസം തരണമേ എന്നാണ് അന്തിർനി. അന്തറ എന്ന് പറഞ്ഞെങ്കിൽ കാലതാമസം നൽകുക. ഹദീസിൽ കാണാം അന്തിറ ഹാദൈനി ഹത്ത യസ്തലിഹ എന്ന്. അന്തിറ എവിടെ അതുള്ളത്? അന്തിറ ഹാദൈനി, ഈ രണ്ടാൾക്കും നിങ്ങൾ കാലതാമസം നൽകുക. ഹത്ത യസ്തലിഹ, അവർ രണ്ടാളും നന്നാകട്ടെ എന്ന് പറയുന്നുണ്ട് ഒരു ഹദീസിൽ. അത് പിന്നെ മലക്കുകളോട് അള്ളാഹു പറയണതാണ്. ആരുടെ വിഷയത്തിലാണ്? ഈ രണ്ടാളും. അതല്ല, മൊത്തത്തിൽ പിണങ്ങി നിൽക്കുന്നവർ. പിണങ്ങി നിൽക്കുന്നവർ അള്ളാഹുവിലേക്ക് കർമ്മങ്ങൾ അള്ളാഹു സുബ്ഹാനഹു വ തആല പിന്നെ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ഉയർത്തും കർമ്മങ്ങൾ. മനസ്സിലല്ലേ? അപ്പോൾ പിണങ്ങി നിൽക്കുന്നവരുടെ കർമ്മങ്ങൾ അള്ളാഹുവിലേക്ക് ഉയർത്തുമ്പോൾ അള്ളാഹു മാനത്തുനിന്ന് പറയും അംദിറാഹാദൈനി ഹത്താ യസ്തലിഹ, അവർ രണ്ടുപേർക്കും നിങ്ങൾ കാലതാമസം നൽകുക, അവർ നന്നായിട്ട്, എന്നിട്ട് അവരുടെ പുണ്യം മുകളിലേക്ക് മതി, അള്ളാഹുവിലേക്ക് മതി എന്നുള്ളതാണ്. അപ്പോൾ അവിടെയാണ് അംദിറ പ്രയോഗിച്ച്. അംദിറ, ചില ആളുകൾ ഇത് വായിക്കുമ്പോൾ ഉന്തുറു എന്ന് വായിക്കും. ചില ഖത്തീബ്മാർ വരെ വായിക്കും ഉന്തുറു എന്ന്. ഇത് മഹാ തെറ്റാണത്. ഉന്തുറു പറഞ്ഞാൽ എന്താ? നിങ്ങൾ നോക്കൂ എന്നാണ്. മനസ്സിലായില്ലേ? ഇത് അത് നവറ എന്തുറു ഉന്തുറു, ഉന്തുറു. ഇത് അന്തറ യുന്തിറു അന്തിറു ഉണ്ടോ? അന്തറ എന്നാണ് ഇതിൻ്റെ ക്രിയ. കാലതാമസം നൽകുക എന്നാണ് അർത്ഥം. തയ്യും അള്ളാഹുവിനോട് പറഞ്ഞു ഫഅൻദിർനി, എനിക്ക് കാലതാമസം തരൂ. ഇലാ യൗമി യുബ്അസൂൻ. എന്താ ഇലാ യൗമി യുബ്അസൂൻ? യുബ്അസൂൻ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. യൗമി യുബ്അസൂൻ അവർ ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടുന്ന ദിവസം. ഇല്ല, അതുവരേക്കും എനിക്ക് കാലതാമസം. അള്ളാഹിനോട് പിന്നെ ഒരു എന്താ ചെയ്യുന്നത്? പിന്നെ അന്ത്യനാൾ വരേക്കുമുള്ള ഒരു നിത്യജീവൻ ചോദിക്കുകയാണ്. ആര്? ഇബ്ലീസ്. ഖാല, അള്ളാഹു പറഞ്ഞു ഫഇന്നക മിനൽ മുൻദരി. എന്താ ഫഇന്നക മിനൽ മുൻദരി? തീർച്ചയായും നീ മുൻദരീൻ. എന്താ മുൻദരീൻ? കാലതാമസം നൽകപ്പെട്ടവർ അല്ലേ? മുൻദർ എന്ന് പറഞ്ഞാൽ കാലതാമസം നൽകപ്പെട്ടവൻ. മുൻദരീൻ കാലതാമസം നൽകപ്പെട്ടവർ. മിനൽ മുൻദരീൻ കാലതാമസം നൽകപ്പെട്ടവരിൽ ഉൾപ്പെട്ടവനാണ്. ഖാല ഫഇന്നക മിനൽ മുൻദരീൻ, തീർച്ചയായും നീ കാലതാമസം നൽകപ്പെട്ടവരിൽ ഉൾപ്പെട്ടവനാണ്. ഏതുവരേക്കും? ഇലാ യൗമിൽ വഖ്തിൽ മാലൂം,
ഇല യൗമിൽ വഖത്തിൽ മാലൂം. മാലൂം എന്നാണ് അറിയപ്പെട്ടത്, സമയം, വഖത്ത് സമയം, യൗം ദിവസം. അപ്പോൾ അറിയപ്പെട്ട ആ സമയത്തിൻ്റെ നാൾ വരേക്കും, അറിയപ്പെട്ട ആ സമയത്തിൻ്റെ നാൾ വരേക്കും നടത്തണമെങ്കിൽ അതെന്താ ഉദ്ദേശിക്കുന്നത്? പരലോകമാണ്. പരലോകം നിർണിതമാണ്, അതിൻ്റെ സമയം അറിയപ്പെട്ടതാണ്. ഇതൊക്കെ വായിക്കാനാണ് ഈ പ്രയോഗം. ഇലാ യൗമിൽ വഖ്തിൽ മാലൂം, അറിയപ്പെട്ട ആ സമയത്തിൻ്റെ നാൾ വരേക്കും ഇന്നക മിനൽ മുൻദരീൻ. മനസ്സിലല്ലേ? ഇവിടെ ഇബ്ലീസ് ദുആ ചെയ്ത് അള്ളാഹു ആ ദുആക്ക് ജവാബ് നൽകിയത് ആണ് എന്നല്ല ഇതിനെ പല പണ്ഡിതന്മാരും വായിക്കണത്. മനസ്സിലല്ലേ? ഇമാം യഹ്യ ഇബ്നു ഹുബൈറ അൽ വസീർ റഹ്മത്തുള്ളാഹി അലൈഹി, യഹ്യ ഇബ്നു ഹുബൈറ അൽ വസീർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയപ്പെട്ട പണ്ഡിതനാണ്. അദ്ദേഹം അറിയപ്പെട്ട ഒരു രാഷ്ട്രീയ മീമാംസകനാണ്, മന്ത്രിയാണ്. അധികാരവും അറിവും ഒന്നിച്ച് കിട്ടുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വളരെ വിരളം ആളുകളിലാണ് ഈ നമ്മൾ ചരിത്രത്തിൽ വായിക്കണം. അറിവും അതേപോലെ തന്നെ ഈ ഭരണവും. അൽ വസീർ ഇബ്നു ഹുബൈറ, യഹ്യ ഇബ്നു ഹുബൈറ ആ വിഷയത്തിൽ വലിയ പണ്ഡിതനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അൽ ഇഫ്സാഹ് എന്ന് പറയുന്ന കിതാബ് വളരെ ശ്രദ്ധേയമായ രചനകളാണ്. അദ്ദേഹം തന്നെ ഭരണാധികാരിയായിരിക്കും, അദ്ദേഹം തന്നെ പള്ളിയിൽ ക്ലാസ് എടുക്കുമായിരുന്നു. നല്ല മനസ്സിലായി. അതും ആ അറിവിനനുസരിച്ചുള്ള വിനയം, ആ അറിവിനനുസരിച്ചുള്ള ജീവിതമൊക്കെ ആയിരുന്നു ഇമാം യഹ്യ ഇബ്നു ഹുബൈറയുടേത്. യഹ്യ ഇബ്നു ഹുബൈറ പറഞ്ഞെന്താണെന്നറിയോ? റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ എന്ന് ഇബ്ലീസ് പറഞ്ഞപ്പോൾ അള്ളാഹു എന്താ പറഞ്ഞത്? ഫഇന്നക മിനൽ മുൻദരീൻ. എന്താ? അതൊരു പ്രസ്താവനയാണ്. ഇബ്ലീസ് എന്താണ്? ഇബ്ലീസ് കാലതാമസം നൽകപ്പെട്ടവരിൽ പെട്ടവനാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല പ്രസ്താവിക്കുകയാണ് ചെയ്യുന്നത്. അല്ലാതെ അവൻ്റെ ഒരു വിളിക്ക് അവന് ആദരവ് കൽപ്പിച്ചിട്ട് ഫഇന്നക മിനൽ മുൻദരീൻ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ആദര സൂചകമായിട്ട് പറഞ്ഞതല്ല. പിന്നെയോ അവൻ്റെ അളവിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ചത് എന്താണ്? അന്ത്യനാൾ വരേക്കും കാലതാമസം നൽകപ്പെടുക എന്നുള്ളതാണ്. അത് നൽകപ്പെട്ടതിൽ പെട്ടതാണ് എന്ന് അള്ളാഹു അവനോട് പറയുക മാത്രമാണ് ചെയ്തത്. ഫഇന്നക മിനൽ മുൻദരീൻ. ചില പണ്ഡിതന്മാരങ്ങനത്തെ ഈ ദാർശനികമായിട്ട് അവതരിപ്പിക്കണ അങ്ങനൊരു ഇത് വായിച്ച് ഇപ്പം അടുത്തൊരു മെസ്സേജ് വന്നേ. അബുൽ ഫദൽ അൽ ഖുവാറസ്മി, അബുൽ ഫദൽ ദാവൂദ് അൽ ഖുവാറസ്മി എന്ന് പറഞ്ഞിട്ടൊരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. നല്ല പണ്ഡിതനാണ്. അപ്പോൾ അദ്ദേഹത്തോട് ഈ സ്ത്രീകളുടെ വിഷയത്തിൽ ചോദ്യം ചോദിച്ചു. സ്ത്രീകളെക്കുറിച്ച് എന്താണ് നിങ്ങൾക്ക് അഭിപ്രായം എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറയാണ്, ഇപ്പോൾ നമ്മൾ സ്ത്രീകളെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീകൾ എങ്ങനെ? സ്ത്രീകൾക്ക് ദീന്, മാല്, പിന്നെ ദീനും മാലും ജമാലും പിന്നെ നസബും, അല്ലേ? തുൻകഹുൽ മർഅതു ലി അർബഈൻ, ഒരു സ്ത്രീ 4 കാര്യങ്ങൾക്ക് വിവാഹിതയാക്കപ്പെടും. അത് ലിദീനിഹ വലിമാലിഹ വലി ജമാലിഹ വലി ഹസബിഹ, അല്ലേ? അവളുടെ ദീനിന് കണ്ട്, സ്വത്ത് കണ്ട്, സൗന്ദര്യം കണ്ട്, പിന്നെ കുടുംബം കണ്ട്. എന്താണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്? ഫദ്ഫർ ബിദാത്തി ദീൻ, ദീനുള്ളവളെ കല്യാണം കഴിച്ചിട്ട് നീ വിജയിച്ചോ, തെരിബത്ത് യദാക്ക്, നിനക്ക് രക്ഷപ്പെടാം എന്ന് പറയുന്നു. അപ്പോൾ ഈ അബുൽ ഫദൽ ഖുവാറസ്മിയോട് ചോദിച്ച് ഈ വിഷയത്തിൽ സ്ത്രീയെക്കുറിച്ച് ചോദിച്ച്, അപ്പോൾ അദ്ദേഹം പറഞ്ഞത് അൽ മർഅത്തു, അതെങ്ങനെ എഴുതി? മർഅത്ത് സമം 1. ദീനുള്ള മർഅത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സമം 1. പിന്നെ മാലുള്ള മർഅത്താകുമ്പോൾ ദീനും, പിന്നെ മാലുള്ള മർഅത്താകുമ്പോൾ ഈ 1-നപ്പുറം കുത്തിടുക. അപ്പോൾ എത്രയായി? 10. ഇനി അതിലേക്ക് ജമാലും കൂടിയാകുമ്പോൾ ഒരു കുത്തുകൂടി ഇടുക. അപ്പോൾ എത്രയായി? 100. ഇനി അതിലേക്ക് ഹസബും കൂടി കൂട്ടുക, തറവാട്ടും കൂട്ടുക. അപ്പോൾ എത്രയായി? ഒരു കുത്തുകൂടി കൂട്ടിയിട്ടുണ്ടെങ്കിൽ 1000 ഉണ്ടോ? അപ്പോൾ ദീനുള്ള മർഅത്താണെങ്കിൽ 1, അതിലേക്ക് മാല് കൂട്ടിയാൽ അത് 10, പിന്നെ ജമാല് കൂട്ടിയാൽ 100, പിന്നെ ഹസബും കൂട്ടിയിട്ടുണ്ടെങ്കിൽ 1000. മനസ്സിലായില്ലേ? ഇതിൽ നിന്ന് ദീനാണ് പോയി, പിന്നെന്താ ശേഷിക്കുന്നത്? ഇതാണ് ശേഷിക്കുന്നത്. അതാണ് പെണ്ണിനെക്കുറിച്ച് പറയാനുള്ളത് എന്ന് അദ്ദേഹം പറഞ്ഞു എന്നാണ്. മനസ്സിലായത്? അബുൽ ഫദൽ ഖുവാറസ്മി അദ്ദേഹം വളരെ മുമ്പ് ജീവിച്ചൊരു പണ്ഡിതനാണ്. ഇബ്നു ഹുബൈറ ഇവരുടെയൊക്കെ ഇങ്ങനത്തെ ഈ കുറേ
നല്ല ദൈക്ഷണിക ഈ ആലോചനകൾ, ചിന്തകൾ നമുക്ക് ചിലയിടത്ത് വായിക്കാൻ പറ്റും. അത് പിന്നെ ഞാൻ ഓർത്ത് വയ്യുവാണ്. തയ്യബ് അദ്ദേഹം പറഞ്ഞതാണ്, റബ്ബി ഫഅൻദിർനി ഇലാ യൗമി യുബ്അസൂൻ ഖാല ഫഇന്നക മിനൽ മുൻദരീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നീ മുൻദരീങ്ങളിൽ പെട്ടവനാണ്, നിനക്ക് കാലതാമസം പറയപ്പെട്ട ആളിൽപ്പെട്ടതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. അല്ലാതെ ഇബ്ലീസ് ഇങ്ങനെ തേടിയപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദരസൂചകമായിട്ട് ഞാൻ ഫഇന്നക മിനൽ മുൻദരീൻ എന്ന് പറഞ്ഞല്ല ഇവിടെ എന്നുള്ളതാണ്. ഇലാ യൗമിൽ വഖ്തിൽ മാലൂം. ശുഫ് ഖാല ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ. ഖാല ഇബ്ലീസ് പറഞ്ഞു, ഫബി ഇസ്സതിക്, ഫബി ഇസ്സതിക്, നിൻ്റെ ഇസ്സത്താണ് സത്യം. ഇവിടെ ബി ബാവുൽ ഖസം, ബാവുൽ ഖസമാണ്. ഈ ഫാക്ക് ഫാ തഫ്രീ എന്നാണ് പറയുന്നത്. ഇസ്സതിക്, നിൻ്റെ ഇസ്സത്താണ് സത്യം. ലഉഗ്വിയന്നഹും അജ്മഈൻ. ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ, ഇസ്സത്ത് ഇവിടെ അള്ളാൻ്റെ സുൽത്താൻ, അധികാരവും അള്ളാൻ്റെ അദമത്ത്, മഹത്വമാണ് ഉദ്ദേശം. ഇസ്സത്ത് പിന്നെ മഹത്വത്തിന് പറയും വിശുദ്ധ ഖുർആനിൽ. ഇസ്സത്ത് ദുരഭിമാനത്തിനും പറയും, ദുരഭിമാനത്തിന് പറയും. എവിടെ പറഞ്ഞേ ദുരഭിമാനത്തിന് ഇസ്സത്ത് എന്ന്? ബലില്ലദീന കഫറു ഫീ ഇസ്സത്തിൻ വശിഖാഖ്. അതെവിടെ പറഞ്ഞത്? ബലില്ലദീന കഫറു ഫീ ഇസ്സത്തിൻ വശിഖാഖ്. സ്വാദ് വൽ ഖുർആനി ദിക്ർ ബലില്ലദീന കഫറു ഫീ ഇസ്സത്തിൻ വശിഖാഖ്. അവിടെ ഇസ്സത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദുരഭിമാനമാണ്, അങ്ങനെ പ്രയോഗിക്കും. പക്ഷേ ഇവിടെ അള്ളാഹുവിൻ്റെ ഇസ്സത്ത് കൊണ്ടാണ് ഇബ്ലീസ് സത്യം ചെയ്തത്. ഈ ഇസ്സത്ത് അള്ളാഹുവിൻ്റെ അദമത്ത്, മഹത്താണ് അറിയിക്കുന്നത്. വലില്ലാഹിൽ ഇസ്സത്ത് വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, അള്ളാഹുവിൻ്റെ മഹത്വം. ഫബി ഇസ്സതിക്, നിൻ്റെ ഇസ്സത്താണ് സത്യം. ലഉഗ്വിയന്നഹും അജ്മഈൻ, ലഉഗ്വിയന്നഹും ഉണ്ടോ? അവിടെ നോക്കി, ല എന്നുള്ളത് തോക്കീദിനാണ്, ഉഗ്വിയന്ന നൂന് തോക്കീദാണ്. അഗ്വ യുഗ്വി എന്ന് പറഞ്ഞാൽ എന്താ? വഴിതെറ്റിക്കുക. ഇബ്ലീസ് പറയാണ്, ലഉഗ്വിയന്നഹും, ഞാൻ അവരെ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. അജ്മഈൻ, അജ്മഈൻ എന്ന് പറഞ്ഞാൽ ഒന്നടങ്കം, എല്ലാവരെയും. ലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഇല്ലാ ഇബാദക്, നിൻ്റെ ദാസന്മാർ ഒഴികെ. മിൻഹും, അവരിൽ നിന്നുള്ള. എങ്ങനെയുള്ള ദാസന്മാർ? അൽ മുഖ്ലസീൻ. അൽ മുഖ്ലസീൻ എന്ന് പറഞ്ഞാൽ, മുഖ്ലസീൻ എന്ന് പറഞ്ഞെങ്കിൽ പിന്നെ നിഷ്കളങ്കരെ നമുക്കർത്ഥം പറയാം. നിഷ്കളങ്കരായ, അള്ളാഹുവിൽ തിരഞ്ഞെടുക്കപ്പെട്ട ദാസന്മാരാണ് അവർ. നിഷ്കളങ്കരായതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ തിരഞ്ഞെടുത്തത്. അപ്പോൾ മുഖ്ലസീൻ എന്ന് പറഞ്ഞെങ്കിൽ നിഷ്കളങ്കരായ അവരിൽ നിന്നുള്ള നിൻ്റെ ദാസന്മാരൊഴികെ ബാക്കി എല്ലാവരെയും. ഫബി ഇസ്സതിക്, നിൻ്റെ ഇസ്സത്താണ് സത്യം. ലഉഗ്വിയന്നഹും, ഞാൻ അവരെ വഴിതെറ്റിക്കുക തന്നെ ചെയ്യും. ഇവിടെ ഉണ്ടോ ഇബ്ലീസിൻ്റെ അഹങ്കാരം, വർത്തമാനം ഉണ്ടോ? ഇങ്ങനെയാണ് വായിക്കണത്. ഇതേപോലെ ഇബ്ലീസിൻ്റെ വർത്തമാനം അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റ് സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞില്ലേ? അവിടെ പിന്നെ സൂറത്ത് ഇസ്രായേൽ ഇപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ഖാല അറഅയ്ത ഹാദല്ലദീ അക്രംത അലൈ ലഅഹ്തനികന്ന ദുർരിയതഹു ഇല്ലാ ഖലീല. ലഅഹ്തനികന്ന ദുർരിയതഹു, ആദമിൻ്റെ ദുർരിയത്തിനെ ഞാൻ കീഴ്പ്പെടുത്തുക തന്നെ ചെയ്യും. ഇല്ലാ ഖലീല, വളരെ കുറച്ച് പേരെ ഒഴിച്ച് എന്നാണ് പറഞ്ഞത്. സൂറത്ത് ഹിജ്റിൽ പറഞ്ഞത്, റബ്ബി ഫബിമാ അഗ്വൈതനി ലഉസയ്യിനന്ന ലഹും ഫിൽ അർദി വലഉഗ്വിയന്നഹും അജ്മഈൻ. ലഉസയ്യിനന്ന ലഹും ഫിൽ അർദ്, ഭൂമിയിൽ ഞാൻ അവർക്ക് എന്ത് ചെയ്യും? എല്ലാം അലങ്കരിച്ച് നന്നായി തോന്നിപ്പിക്കും. എന്നിട്ട് ഞാൻ അവരെ എല്ലാവരെയും എന്ത് ചെയ്യും? വഴിതെറ്റിക്കും. അതാണ് ഷിർക്ക് ചെയ്യുന്നവർക്ക് ഷിർക്ക് അലങ്കാരമായിട്ട് തോന്നുന്നത്. അത് ഇബ്ലീസ് തോന്നിപ്പിക്കണതാണ്. അതേപോലെ തന്നെ മറ്റു നെറികേടുകൾ ചെയ്യുന്നവർ അവർക്കത് അലങ്കാരമായിട്ട് തോന്നുന്നത്. മനസ്സിലായില്ലേ? ഇപ്പോൾ നമ്മുടെ നാട്ടിൽ ചില ആത്മഹത്യാ കേസുകൾ നടന്നില്ലേ ഈ ലിംഗമാറ്റവുമായി ബന്ധപ്പെട്ട്? മനസ്സിലായില്ലേ? അള്ളാഹു സുബ്ഹാനഹു വ തആല സൃഷ്ടിച്ച എത്ര ഈ അഹ്സൻ തഖ്വീം, ഏറ്റവും നല്ല സൃഷ്ടിപ്പിനെയാണ് എന്ത് ചെയ്യണത്? മനുഷ്യന്മാർ തങ്ങൾക്ക് അത് വേണ്ടെന്ന് വെച്ചിട്ട് എന്ത് ചെയ്യണത്? പിന്നെ സ്വന്തത്തെ വിരൂപാക്കണത്. അത് പിന്നെ നേർബുദ്ധിയുള്ളവരും ശുദ്ധപ്രകൃത ആളുകൾ മുഴുവൻ സമ്മതിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. മനസ്സിലല്ലേ? ഈ കച്ചറ ടീമുകളെ സംബന്ധിച്ചിടത്തോളം അത് ഉൾക്കൊള്ളാനൊരു പ്രയാസം വരുന്നത്. പക്ഷേ അതിനാലുണ്ടാകുന്ന നഷ്ടങ്ങൾ, എല്ലാ നിലക്കുള്ള നഷ്ടങ്ങൾ, അതിപ്പോൾ ലോകത്തൊരു ചർച്ചയാണ്. ഇബ്ലീസ് പറയാണ്, വല ആമുറന്നഹും ഫല യുഗയ്യിറുന്ന ഖൽഖല്ലാഹ്, ഞാൻ അവരോട് കൽപ്പിക്കും, അപ്പോൾ അള്ളാൻ്റെ ഖൽഖിൽ അവർ മാറ്റം വരുത്തുന്നതാണ്. അള്ളാൻ്റെ ഖൽഖിൽ അവർ മാറ്റം വരുത്തുന്നതാണ്. ഇബ്ലീസ് എന്തു ചെയ്യും? ഇബ്ലീസ്
എല്ലാ തോന്നിയാസങ്ങളും നന്നാക്കി കൊടുക്കും, അലങ്കാരമായിട്ട് തോന്നിപ്പിക്കും, നല്ലതായിട്ട് തോന്നിപ്പിക്കും. അതിൽ ഷിർക്കും കുഫറും ബിദ്അത്തുകളൊക്കെ ഏറ്റവും കൂടുതൽ ബിദ്അത്തുകളൊക്കെ തോന്നിപ്പിക്കും. കാരണം അപ്പോഴാണ് മറ്റേതൊക്കെ തൗബ ചെയ്യാനും പശ്ചാത്തപിക്കാനും ഇങ്ങനത്തെ കുറേ ഒന്നിച്ച് കഴിഞ്ഞാൽ ഒന്നിന് വളം നിറഞ്ഞ മാതിരി ഇങ്ങനത്തെ കുറേ കേസുകളും കാര്യങ്ങളും കാണും, മറ്റുള്ളവർക്കൊരു ഇതാവും. പക്ഷേ ഈ ബിദ്അത്തുകളെ സംബന്ധിച്ചിടത്തോളം അത് അലങ്കൃതമായി തോന്നിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അതിന് തൗബ ചെയ്യാനും പിടിവിടാനും പ്രയാസമാണ്. അള്ളാഹു കാക്കട്ടെ. നഅൂദുബില്ലാ. ഫബി ഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഇവിടെ ഇബ്ലീസിൻ്റെ വർത്താനമുള്ളത് എന്ത്? ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ. ഈ മുഖ്ലസീങ്ങൾ ആരും കൂടി മുഖ്ലസീങ്ങൾക്ക് ഇബ്ലീസിന് ഉള്ള അവരോടുള്ള മര്യാദയാണ് അല്ലേ? ഇബ്ലീസ് വരെ എന്ത് ചെയ്യുന്നുണ്ട്? മര്യാദപൂർവ്വമാണ് വർത്തിക്കുന്നത്. ആരോട്? മുഖ്ലസീൻ എന്നവരോട്. ഇഖ്ലാസ് എന്ന ദറജയിലെത്തിയവർ. പണ്ഡിതന്മാർ പറയും അൽ ഇഖ്ലാസു ത്വരീഖുൽ ഖലാസ്. അൽ ഇഖ്ലാസ് ത്വരീഖുൽ ഖലാസ്. ഖലാസിനുള്ള മാർഗമാണ് ഇഖ്ലാസ്. അൽ ഇഖ്ലാസ് അൽ ഇഖ്ലാസു ത്വരീഖുൽ ഖലാസ് എന്നാണ്. രക്ഷയ്ക്കുള്ള മാർഗമാണ് ഇഖ്ലാസ്. ഒരാൾ മുഖ്ലസാകുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾ ഇഖ്ലാസ് ഉള്ളവനാകുക എന്നർത്ഥം. ഇഖ്ലാസ് ഉള്ളവരെ ഇബ്ലീസ് വരെ എന്ത് ചെയ്ത് പരിഗണിച്ച്, ഇബ്ലീസ് വരെ അവരോട് മര്യാദ പുലർത്തി. അതുകൊണ്ടാണ് ഇബ്ലീസ് പറയുന്നത് ഇല്ലാ ഇബാദക മിൻഹുമുൽ മുഖ്ലസീൻ, മുഖ്ലസീങ്ങളായ നിൻ്റെ ദാസന്മാർ ഒഴികെ എന്ന്. ഒരാൾ മുഖ്ലസായാൽ ആ മനുഷ്യനെ ഒരിക്കലും ഇബ്ലീസ് തള്ളിയിടില്ല. അതിൻ്റെ ഉദാഹരണമാണ് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ് വലഖദ് ഹമ്മത് ബിഹി വ ഹമ്മ ബിഹ ലൗലാ അൻ റഅ ബുർഹാന റബ്ബിഹി എന്ന് പറഞ്ഞിട്ട് പറയാണ്. അസീസിൻ്റെ ഭാര്യ യൂസുഫിനെ പ്രാപിക്കാൻ ഉദ്ദേശിച്ചു. വ ഹമ്മ ബിഹ ലൗലാ അൻ റഅ ബുർഹാന റബ്ബി, റബ്ബിൽ നിന്നുള്ള ഒരു ബുർഹാൻ കണ്ടില്ലായിരുന്നുവെങ്കിൽ യൂസുഫും ആ തെറ്റിന് ഭാവിച്ചേനെ. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകൾ പറഞ്ഞിട്ട് അവസാനിക്കുമ്പോൾ ഇന്നഹു കാന മിൻ ഇബാദിനൽ മുഖ്ലസീൻ അല്ലേ? അങ്ങനെയല്ലേ പറഞ്ഞു? ഇന്നഹു കാന സൂറത്ത് യൂസുഫിൽ ഇന്നഹു കാന മിൻ ഇബാദിനൽ മുഖ്ലസീൻ. കാരണം യൂസുഫ് നമ്മളുടെ മുഖ്ലസീനായ ദാസന്മാരിൽപ്പെട്ടവനായിരുന്നു എന്നാണ് അല്ലേ? ആ ഇഖ്ലാസ് എന്നുള്ള മേൽവിലാസം യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമിക്കുള്ളത് കൊണ്ടാണ് ഈ സാഹചര്യങ്ങളൊക്കെ ഒത്തുവന്നിട്ടും ആ കെണിയിൽ യൂസുഫ് വീഴാതിരുന്നത്. അത് വീഴാൻ തരപ്പെടുന്ന ഒരു കേസുമാണ്. മനസ്സിലായി? സുന്ദരിയായ ഒരു സ്ത്രീയാണ്, കൊട്ടാര ജീവിതം നയിക്കുന്ന സ്ത്രീയാണ്. പിന്നെ അവരാണ് എല്ലാ ഭാഗങ്ങളും തരപ്പെടുത്തിയത്. കതക് വരെ വഗല്ലഖത്തിൽ അബ്വാബ്, വാതിൽ വരെ അവരാണ് കൊട്ടിയടച്ചത്. അല്ല, അതും ഒരു വാതിലല്ല അടച്ചത്, പിന്നെയോ ഗല്ലഖത്തിൽ അബ്വാബ് എന്നാണ്. ഒരു അറക്കുള്ള കുറേ വാതിലുകളല്ല, പിന്നെയോ അറയിലേക്കുള്ള കുറേ വാതിലുകളാണ്. ഗല്ലഖത്തിൽ അബ്വാബ്, 1, 2 ഇങ്ങനെ വാതിലുകളാണ്. അപ്പോൾ എല്ലാ വാതിലുകളും അടച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? എന്നിട്ടാണ് അവൾ തരപ്പെടുത്തിയത്. അത് കുറേ വാതിലുകളാണ് അടച്ചതെന്നുള്ളതിന് തെളിവ് എന്താണ്? ഇവർ രണ്ടാളും മത്സരിച്ച് ഓടി എന്നറിയില്ലേ? രണ്ടാളും ഓടിയല്ലോ അല്ലേ? ഓടിയിട്ട് യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം മുന്നിൽ ഓടുകയാണ്, വാതിലുകൾ തുറന്ന് ഓടുകയാണ്. അവസാനത്തെ വാതിലെത്തുമ്പോഴാണ് ആരെ കാണുന്നത്? പിന്നെ അവരുടെ സയ്യിദിനെ കാണുന്നത്, അസീസിനെ കാണുന്നത്. അപ്പോൾ കുറേ വാതിലുകൾ അടച്ച് പിന്നെ റൂം തരപ്പെടുത്തിയിട്ട് അവർ പറയാണ് ഹൈതലക്, യൂസുഫിനെ വിളിക്കുകയാണ്, വരുമെന്ന്. മനസ്സിലായില്ലേ? പക്ഷേ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം പിന്നെ മാത്രമല്ല, യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാം അവിടുത്തെ ജോലിക്കാരനാണ്. ഒരു ജോലിക്കാരൻ്റെ ഒരു തെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അത് മറ്റൊരാളുടെ തെറ്റുപോലെ വിലയിരുത്തപ്പെടില്ല. യൂസുഫ് ആ നാട്ടുകാരനല്ല, യൂസുഫ് വിദേശിയാണ്, കനാൻ ദേശത്തുകാരനാണ്. മനസ്സിലായി? അപ്പോൾ ഒരു വിദേശി കൂടിയാണ്. പക്ഷേ തെറ്റിനുള്ള അവസരവും സാഹചര്യവും ഒക്കെ യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമക്ക് കുറേ അനുകൂലമായി നിന്നിട്ടും തെറ്റ് അദ്ദേഹത്തിൽ നിന്ന് വന്നില്ല. കാരണം ഇന്നഹു കാന മിൻ ഇബാദിനൽ മുഖ്ലസീൻ എന്നാണ്. അപ്പോൾ ഇഖ്ലാസ് എന്ന മേൽവിലാസം പേറുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ ഒരു സംരക്ഷണമാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ മറ്റൊരു വിഷയം, ഈ ഇബ്ലീസിനെ ഇങ്ങനെ പതിതമാക്കിയത് ഇബ്ലീസിൻ്റെ കിബറാണ്, അഹങ്കാരമാണ്. അഹങ്കാരം ഉണ്ടല്ലേ, അത് വളരെ ഗൗരവത്തിൽ സൂക്ഷിക്കപ്പെടേണ്ട ഒരു ഹൃദ്രോഗമാണ്. ഒരിക്കൽ പിന്നെ അബ്ദുള്ള ഇബ്നു ഉമർ കരയുന്നത് കണ്ട്, അപ്പോൾ
എന്താ കരയാൻ കാരണം ചോദിച്ചപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു അംർ ബിൻ ആസ് പറഞ്ഞ ഒരു ഹദീസാണ്. ആ ഹദീസിൽ എന്താ, ലാ യദ്ഖുലുൽ ജന്നത മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ. ലാ യദ്ഖുലുൽ ജന്ന, സ്വർഗ്ഗത്തിൽ പ്രവേശിക്കൂല, മൻ കാന ഫീ ഖൽബിഹി, ആരുടെ ഹൃദയത്തിലാണോ ഉള്ളത്, മിസ്ഖാലു ദർറത്തിൻ മിൻ കിബ്ർ, കിബ്റിൻ്റെ ഒരു ദർറയുടെ തൂക്കം. ദർറ എന്ന് പറഞ്ഞാൽ ശരിക്ക് ചെറിയ ഉറുമ്പ്, അല്ലെങ്കിൽ അത് ഏറ്റവും ചെറുതിനാണ് പറയുക, പരമാണു എന്ന് പറയാം. പരമാണുവിൻ്റെ തൂക്കം. അഹങ്കാരം മനസ്സിലുള്ളവൻ, കിബർ മനസ്സിലുള്ളവൻ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കില്ല എന്ന ഹദീസ് അബ്ദുല്ലാഹ് ഇബ്നു അംർ പറഞ്ഞപ്പോൾ അത് കേട്ടിട്ടാണ് അബ്ദുല്ലാഹ് ഇബ്നു ഉമർ കരഞ്ഞത്. അത് അത്ര പോലും കിബർ ഒരു മനുഷ്യന് പാടുള്ളതല്ല എന്നുള്ളതാണ്. ഈ കിബർ അതാണ് ഈ ഇബ്ലീസിനെ ഇങ്ങനെ ആക്കിയത്. നമ്മൾ സൂറത്ത് അംഫാലിൽ വായിക്കുന്നുണ്ട്, ഇബ്ലീസ് പറയുന്നുണ്ടല്ലോ എന്ത്, ഇന്നി അഖാഫുല്ലാഹ് വല്ലാഹു ഷദീദുൽ ഇഖാബ്. ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അള്ളാഹിനെ പേടിയുണ്ട്, അള്ളാഹു ഷദീദുൽ ഇഖാബാണ്, കഠിന ശിക്ഷയുള്ളവനാണ് എന്ന് ഇബ്ലീസ് പറയുന്നുണ്ട്. എപ്പോൾ പിന്നെ ഈ ബദർ യുദ്ധത്തിൻ്റെ സാഹചര്യത്തിൽ പറയുന്നുണ്ടല്ലോ, വലാ തകൂനു കല്ലദീന ഖറജു മിൻ ദിയാരിഹിം ബതറൻ വരിആ അന്നാസ് എന്ന് പറഞ്ഞിട്ട്, പിന്നെ അങ്ങനെ പിന്നെ ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി നകസ അലാ അഖിബൈഹി ഖാല ഇന്നി അഖാഫുല്ലാഹ്. പിന്നെ ബദറിൽ പിന്നെ രണ്ട് സൈന്യവും ഏറ്റുമുട്ടാൻ ഓങ്ങുമ്പോൾ ഇന്നി അറാ മാലാ തറവ്, നിങ്ങൾ കാണാതെ ഞാൻ കാണുന്നുണ്ട് പറഞ്ഞിട്ട് ഇബ്ലീസ് പോവുകയാണ്, പിന്തിരിയാണ്, സമുദ്രം മാറുകയാണ്, പിന്നിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇബ്ലീസ് പോകുന്നത് കാണുമ്പോൾ ഇബ്ലീസിനോട് ചോദിക്കാണ്ട് എടുക്കാൻ പോകണമെന്നുള്ളത്. യുദ്ധത്തിന് വേണ്ടത്ര കോപ്പ് കൂട്ടിയതിന് ശേഷം യുദ്ധം നടക്കും. ഫലമ്മാ തറാഅത്തിൽ ഫിഅതാനി, രണ്ട് ടീമും കണ്ടുമുട്ടിയ സമയത്ത് നകസ അലാ അഖിബൈഹി. അപ്പോൾ ഇബ്ലീസിനോട് ചോദിക്കുമ്പോൾ ഇബ്ലീസിൻ്റെ പ്രതികരണമാണ് ഇന്നി അഖാഫുല്ലാഹ്, എനിക്ക് അള്ളാഹിനെ പേടിയുണ്ട്, അള്ളാഹു കഠിനമായി ശിക്ഷിക്കുന്നവനാണെന്ന് പറഞ്ഞിട്ട് ഓടിയ ഇബ്ലീസ്. അപ്പോൾ ഇബ്ലീസിന് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ട്. പക്ഷേ കിബിർ വന്നപ്പോൾ എന്ത് ചെയ്തു, കിബിർ വന്നപ്പോൾ ഈ ഖൗഫൊക്കെ വഴിമാറി, ഈ ഖൗഫൊക്കെ പേടിയൊക്കെയും വഴിമാറി. അപ്പോൾ ഖൗഫ് പിന്നെ കിബിർ അതുണ്ടായാൽ ആ മനുഷ്യൻ പിന്നെ എല്ലാ നിലക്കും പരാജിതനാകും എന്നതിൻ്റെ ഒരു വിഷയമാണ് ഇവിടെ പണ്ഡിതന്മാർ പറയുന്നത്. ഈ ഇബ്ലീസിൻ്റെ ഈ വർത്തമാനം ഇതൊക്കെ കിബിറിൻ്റെ വർത്താനല്ലേ, കിബിറിൻ്റെ വർത്താനം. ഖൗഫ് ഉണ്ടായിട്ടും കിബിർ ഉണ്ടായപ്പോൾ എന്ത് ചെയ്തു, ഖൗഫ് ഫലം ചെയ്യാതെ പോയി. ഫബിഇസ്സതിക ലഉഗ്വിയന്നഹും അജ്മഈൻ ഇല്ലാ ഇബാദക മിൻഹുൽ മുഖ്ലസീൻ ഖാല ഫൽ ഹഖ് വൽ ഹഖ് അഖൂൽ. ഖാല, അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഫൽ ഹഖ്. എന്താ ഫൽ ഹഖ് എന്ന് പറഞ്ഞാൽ? വൽ ഹഖ് അഖൂൽ. ഫൽ ഹഖ് എന്ന് പറഞ്ഞാൽ അവിടെ പണ്ഡിതന്മാർ പറയാണ് ഫൽ ഹഖ് വസ്ഫി, എൻ്റെ വിശേഷണമാണ് അൽ ഹഖ്. ഹഖ് എന്നത്, സത്യം എന്നത് എൻ്റെ വിശേഷണമാണ്, അല്ലെങ്കിൽ അനൽ ഹഖ്, ഞാനാകുന്നു ഹഖ്. ഖാല ഫൽ ഹഖ് എന്ന് പറഞ്ഞാൽ ഫ അനൽ ഹഖ്, ഞാൻ ഹഖാകുന്നു. വൽ ഹഖ് അഖൂൽ, അതുകൊണ്ട് വൽ ഹഖ്, ഹഖ് മാത്രമേ അഖൂൽ, ഞാൻ പറയൂ. അഖൂലു, ഞാൻ പറയൂ. എന്ത് പറയും? അൽ ഹഖ്, ഹഖിനെ. മഫൂലും ബി ഫഅലിൻ്റെയും ഫാലിൻ്റെയും ശേഷം വരേണ്ടത് അഖൂലുൽ ഹഖ്. പക്ഷേ എന്ത് ചെയ്തു, മഫൂലും ബിയെ മുന്തിപ്പിച്ച്. അതെന്തിനാ? അള്ളാഹു പറയുന്നത് എന്തായിരിക്കും, എന്ത് മാത്രമായിരിക്കും? ഹഖ് മാത്രമായിരിക്കും. വൽ ഹഖ് അഖൂൽ, ഹഖ് മാത്രമേ ഞാൻ പറയൂ എന്നാണ്. വൽ ഹഖു ഖൗലി, എൻ്റെ വാക്കെന്താണ്? ഹക്കാണ്, സത്യമാണ്. അപ്പോൾ ഇവിടെ ഖാല, അല്ലാഹു സുബ്ഹാനഹു വ തആല ഇബ്ലീസിനോട് പ്രതികരിച്ചു ഫൽ ഹഖു, ഹക്ക് എന്നുള്ളത് എൻ്റെ വിശേഷണമാണ്, അല്ലെങ്കിൽ അനൽ ഹക്കു, ഞാൻ ഹക്കാണ്. അള്ളാഹ്ക്ക് എന്തുണ്ട്? പേരുണ്ട്, അൽ ഹക്ക് എന്നുള്ളത് അള്ളാഹിൻ്റെ പേരാണ്. അപ്പോൾ അനൽ ഹക്ക്, ഞാൻ ഹക്കാകുന്നു. വൽ ഹഖ് അഖൂൽ, ഹക്ക് മാത്രമേ ഞാൻ പറയൂ. എന്നിട്ട് അള്ളാഹു പറഞ്ഞ ഹക്ക് എന്താ? ലഅംലഅന്ന ജഹന്നമ മിൻക വമിമ്മൻ തബിഅക മിൻഹും അജ്മഈൻ. ലഅംലഅന്ന, ഞാൻ നിറക്കുക തന്നെ ചെയ്യും. ജഹന്നമ, ജഹന്നമിനെ നിറക്കും. മിൻക വമിമ്മൻ തബിഅക. മിൻക, മിൻ എന്നുള്ളത് ബയാനിയാണ്. ബയാനി എന്ന് പറഞ്ഞാൽ ആരാൽ നിറക്കും? നിന്നെ ഇട്ട് നിറക്കും. അതാണ് ലഅംലഅന്ന ജഹന്നമ, ജഹന്നമിനെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും. ഇവിടെ ലാമു തൗക്കിയ ലിൽ ഖസ്മാണ്. വല്ലാഹി ലഅംലഅന്ന എന്ന അർത്ഥത്തിൽ, നൂന് തൗക്കീദിൻ്റെയാണ്. ഞാൻ നിറക്കുക തന്നെ ചെയ്യും ജഹന്നമിനെ. മിൻക, നിന്നെ ഇട്ട്, നിന്നിട്ട്. ഇവിടെ നിന്നിൽ നിന്ന് എന്ന അർത്ഥത്തിലല്ല കേട്ടോ. മീൻ എന്നുള്ളത് ബയാനിയാണ്. ലഅംലഅന്ന ജഹന്നം, ജഹന്നമിനെ ഞാൻ നിറക്കുക തന്നെ ചെയ്യും. അപ്പോൾ ചോദ്യം, എന്തുകൊണ്ട്? അതിന് ഉത്തരമാണ് മിൻക, നിന്നെ ഇട്ട്. അതേപോലെ വമിമ്മൻ തബിഅക, മൻ തബിഅക,
മിൻ മൻ എന്നാണ്. മിൻ അവിടെയും ഒരു മിന്നുണ്ട്. ഈ മിൻക പോലെ തന്നെ മിൻ, അതും ബയാനിയാണ്. മിൻ മൻ തബിയാക്ക, തബിയാക്ക എന്നാണ് നിന്നെ പിന്തുടർന്നു. മൻ തബിയാക്ക നിന്നെ പിന്തുടർന്നവർ. അപ്പോൾ നിന്നെയും മിൻക വമിൻ മൻ തബിയാക്ക നിന്നെ പിന്തുടർന്നവരെയും ഇട്ടിട്ട് ല അംല അന്ന ജഹന്നം അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ ഇട്ട് ഞാൻ നിറക്കുക തന്നെ ചെയ്യും. നിന്നെ പിന്തുടർന്നവർ ആരിൽ നിന്ന്? മിൻഹും, മിൻഹും അവരിൽ നിന്ന്. അവരിൽ നിന്ന് പറഞ്ഞാൽ ബഷർ മനുഷ്യരിൽ നിന്ന്, മനുഷ്യരിൽ നിന്ന് നിന്നെ പിന്തുടർന്നവർ, അതേപോലെ നീ, അവരാൽ ഞാൻ ജഹന്നമിനെ നിറക്കുക തന്നെ ചെയ്യും. അജ്മഈൻ, മിൻഹും അജ്മഈൻ, അവർ എല്ലാവരിൽ നിന്നും, അവർ എല്ലാവരിൽ നിന്നും. അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തെ നിറക്കും എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ സ്വർഗത്തെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ, സ്വർഗത്തിനും മൽ നിറച്ചുണ്ട്, നരകത്തിനും മൽ നിറച്ചുണ്ട്. പക്ഷേ സ്വർഗത്തിൽ നിറഞ്ഞാലും സ്വർഗത്തിൽ ഇടുങ്ങൂല. കാരണം സ്വർഗം എന്താണ്? സ്വർഗം വിശാലമാണ്. നരകവും വിശാലമാണ്, നരകവും വിശാലമാണ്. പക്ഷെ നരകത്തിൽ എത്ര ഇട്ടാലും നരകം ഹൽമി മസീദ് എന്ന് വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കും. അല്ലാഹു സുബ്ഹാനഹു വ തആല തൻ്റെ പാദം നരകത്തിൽ വെച്ചിട്ട് അമർത്തും. അപ്പം നരകം പറയും ഖത്ത് ഖത്ത്, മതി മതി എന്ന് പറയും. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല അംല അന്ന ജഹന്നം, ജഹന്നമിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നിറക്കുക തന്നെ ചെയ്യും, ടൈറ്റാക്കും. അല്ലാഹുമ്മ അജിർനാ മിനന്നാർ അല്ലാഹുമ്മ അജിർനാ മിനന്നാർ. നരകത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ടൈറ്റാക്കും. എന്നാൽ സ്വർഗം അതെന്തുമില്ല, അതിൽ അള്ളാൻ്റെ കാല് വെക്കണ അവസ്ഥ അല്ല, കാല് വെക്കണ അവസ്ഥ അല്ല. സ്വർഗം അതിൽ നിറയെ ആളുണ്ടാകും, പക്ഷേ സ്വർഗം എന്താണ്? ഇടുങ്ങൂല്ല, വിശാലമാണ്. اللهم إنا نسألك الجنة اللهم إنا نسألك الجنة اللهم إنا نسألك الجنة. طيب لأملأن جهنم منك وممن تبعك منهم أجمعين. ഇനി അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് അവസാനിപ്പിക്കുകയാണ്. സൂറത്ത് സാദ് അവസാനിക്കുകയാണ്. അവസാനിക്കുമ്പോൾ ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ വമാ അന മിനൽ മുതകല്ലിഫീൻ ഇൻ ഹുവ ഇല്ലാ ദിക്റുൽ ലിൽ ആലമീൻ വലതഅലമുന്ന നബഅഹു ബഅദ ഹീൻ. ഖുൽ, ഈ സൂറത്ത് അവസാനിപ്പിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നബിയോട് പറയാണ്, മാ അസ്അലുക്കും അലൈഹി മിൻ അജ്ർ, മാ അസ്അലുക്കും ഞാൻ ചോദിക്കുന്നില്ല, അലൈഹി ഈ വിശുദ്ധ ഖുർആൻ്റെ പേരിൽ, മിൻ അജ്രിൻ, മിൻ അജ്ർ എന്നാണ് ഒരു കൂലിയും, ഒരു കൂലിയും. മിൻ എന്നുള്ളത് ഇവിടെ തൗക്കീദിനാണ്, യാതൊരു കൂലിയും. മാ അസ്അലുക്കും അലൈഹി അജ്റൻ എന്ന് പറയാതെ മിൻ അജ്രിൻ എന്ന് പറഞ്ഞു. അപ്പോൾ ഒരു കൂലിയും ഞാൻ നിങ്ങളോട് ചോദിക്കുന്നില്ല. വമ അന, ഞാൻ അല്ല, മിനൽ മുതകല്ലിഫീൻ, മുതകല്ലിഫീങ്ങളിൽപ്പെട്ടവൻ, മുതകല്ലിഫീനിൽപ്പെട്ടവർ. ഇത് ഈ മുതകല്ലിഫ്, അത്തക്കല്ലുഫ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നഹ അനി തക്കല്ലുഫ് ഹദീസിൽ കാണാം. തക്കല്ലുഫ്, തക്കല്ലുഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്രിമത്വത്തെയാണ് അറിയിക്കുന്നത്. തക്കല്ലുഫ് അറിയാത്തത് പറയുക, അറിയാത്തത് സംസാരിക്കുക, അതേപോലെ തന്നെ അനാവശ്യമായത് ചോദിക്കുക, അനാവശ്യമായത് ചോദിക്കുക. ഇതാണ് തക്കല്ലുഫിൻ്റെ വിഷയം. അതൊരു തരം തീവ്രതയാണ്, അതൊരു തരം തീവ്രതയാണ്. അതുകൊണ്ട് തക്കല്ലുഫിനെ തെനത്തോ തശദ്ദുദ് എന്ന് പറയും, തീവ്രത എന്നർത്ഥത്തിൽ പറയും. അജ്ഞമായത് പറയുക, അനാവശ്യമായത് ചോദിക്കുക, ആവശ്യമില്ലാത്തത് ചോദിക്കുക. ഇതാണ് തക്കല്ലുഫിൻ്റെ വിഷയങ്ങൾ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, വമ അന, ഞാനല്ല, മിനൽ മുതകല്ലിഫീൻ, മുതകല്ലിഫീങ്ങളിൽപ്പെട്ടവനല്ല എന്ന് പറഞ്ഞാൽ അറിയാത്തത് പറയുകയും അനാവശ്യമായത് കൈകാര്യം ചെയ്യുന്നവനല്ല ഞാൻ. എന്തിനാണ് പറഞ്ഞത്? ഈ വിശുദ്ധ ഖുർആൻ എന്തല്ല, ഈ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കെട്ടിയുണ്ടാക്കിയതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തൻ്റെ അറിവില്ലാത്തത് പറഞ്ഞുണ്ടാക്കിയതുമല്ല. മനസ്സിലായി? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ആ സ്വഭാവമല്ല. അറിയാത്തത് പറയുക എന്നുള്ളതും അനാവശ്യം ചെയ്യുക എന്നുള്ളതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവമല്ല. അതുകൊണ്ട് വമ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ മുതകല്ലിഫീങ്ങളിൽപ്പെട്ടവനല്ല. ഈ ഖുർആൻ കെട്ടിയുണ്ടാക്കപ്പെട്ടതല്ല. അതേപോലെ തന്നെ അനാവശ്യങ്ങൾ ചോദിച്ച് അതൊക്കെ സംഭരിച്ച് ശേഖരിച്ച് ഇതിഹാസങ്ങളും കെട്ടുകഥകളും പൂർവിക പുരാണങ്ങളും ഇതിഹാസങ്ങളൊക്കെ അന്വേഷിച്ച് തേടിപ്പിടിച്ചിട്ട് കെട്ടിയുണ്ടാക്കുന്ന ആളല്ല ഞാൻ. അങ്ങനെ ഉണ്ടാക്കിയതല്ല എന്ത് ഈ ഖുർആൻ എന്നുള്ളതാണ് പറയുന്നത്. മനസ്സിലായോ? അപ്പോൾ ഖുൽ മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ, ഈ ഖുർആൻ്റെ പേരിൽ ഞാൻ നിങ്ങളോട് യാതൊരു കൂലിയും ചോദിക്കണില്ല. വമ അന മിനൽ മുതകല്ലിഫീൻ, ഞാൻ മുതകല്ലിഫീങ്ങളിൽപ്പെട്ടവനുമല്ല എന്ന് പറഞ്ഞാൽ ഈ വിശുദ്ധ ഖുർആൻ ഞാൻ അജ്ഞമായത്
എഴുതി അല്ലെങ്കിൽ അനാവശ്യമായത് ചോദിച്ച് മനസ്സിലാക്കിയിട്ട് അതൊക്കെ എഴുതി ഉണ്ടാക്കിയതോ അല്ല എന്ന് മനസ്സിലാക്കാനാണ് ഈ വിനവചനം. ഇൻഹുവ ഇല്ലാ ദിക്റുൽ ആലമീൻ. ഇൻഹുവ ഇത് അല്ല, ഇല്ലാ ദിക്റുൽ ആലമീൻ മുഴു ലോകർക്കുമുള്ള ദിക്ർ, എന്തല്ലാതെ ഉത്ബോധനം അല്ലാതെ. ഇൻഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ. കണ്ടോ, ഇതെന്തിനാ പറഞ്ഞേ? നമ്മൾ സൂറത്ത് സ്വാദിൻ്റെ തുടക്കം എങ്ങനെ? സ്വാദ് വൽ ഖുർആനി ദിക്ർ വലില്ലദീന കഫറു ഫീ ഇസ്സത്തിൻ വശിഖാഖ് കം അഹ്ലക്നാ മിൻ ഖബ്ലിഹിം മിൻ ഖർനിൻ ഫനാദൗ വലാ തഹീന മനാസ് അല്ലേ വഅജിബു അൻ ജാഅഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. ആ തുടക്കത്തിൽ അവിശ്വാസികളുടെ ആ വർത്തമാനം ഉണ്ടല്ലോ, ആ വർത്തമാനത്തിനുള്ള ഒരു പ്രതികരണമാണ് ഈ സൂറത്ത് അവസാനിക്കുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയണത്. മാ അസ്അലുക്കും അലൈഹി മിൻ അജ്രിൻ സാഹിറുൻ കദ്ദാബ് എന്നൊക്കെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വിശേഷിപ്പിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് വല്ലതും യാചിച്ചോ? ഇതിൻ്റെ പേരിൽ ചോദിച്ചോ? പിന്നെ സാഹിറുൻ കദ്ദാബുൻ എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെടാൻ ഈ വിശുദ്ധ ഖുർആൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അജ്ഞമായതും അതേപോലെ തന്നെ അനാവശ്യമായതും ചോദിച്ചറിഞ്ഞ് കെട്ടിയുണ്ടാക്കിയിട്ട് വല്ലതും ഇതിലുണ്ടോ? ഒരിക്കലുമില്ല. പിന്നെ ഇതിലെന്താ ഉള്ളത്? ഇൻഹുവ ഇല്ലാ ദിക്റുൻ ലിൽ ആലമീൻ മുഴു ലോകർക്കുമുള്ള ഉത്ബോധനം മാത്രമാകുന്നു ഈ വിശുദ്ധ ഖുർആൻ. വലതഅലമുന്ന നബഅഹു ബഅദ ഹീൻ. വലതഅലമുൻ വല്ലാഹി ലതഅലമുൻ എന്നർത്ഥം. അല്ലാഹുവാണേ നിങ്ങൾ അറിയുക തന്നെ ചെയ്യും. നബഅഹു ഈ വിശുദ്ധ ഖുർആനിൻ്റെ വൃത്താന്തങ്ങൾ, വാർത്തകൾ. നബഅഹു എന്നറിയാം. ബഅദ ഹീൻ. എന്താ ബഅദ ഹീൻ എന്ന് പറഞ്ഞാൽ? ഹീൻ എന്ന് പറഞ്ഞാൽ വക്ത്, സമയം എന്നർത്ഥം. ചിലരത് പിന്നെ 1 മണിക്കൂർ മുതൽ 40 കൊല്ലം വരെ ഉള്ള ഒരു പീരീഡിന് ഹീൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഹീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സമയം. വലതഅലമുന്ന നബഅഹു ബഅദ ഹീനിൻ, സമയങ്ങൾക്കപ്പുറം നിങ്ങൾക്ക് ഈ വിശുദ്ധ ഖുർആൻ്റെ വൃത്താന്തം അത് മനസ്സിലാക്കാൻ സാധിക്കുക തന്നെ ചെയ്യും, അറിയാൻ സാധിക്കുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹീൻ അതെപ്പോഴാണ്? ചിലർ പറഞ്ഞു ബഅദൽ മൗത്ത്, മരണത്തിന് ശേഷം. ചിലർ പറഞ്ഞു യൗമൽ ഖിയാമ, അന്ത്യനാളിൽ. ചിലർ പറഞ്ഞു ബഅദ ബദർ എന്നാണ് ബദർ യുദ്ധത്തിന് ശേഷം. ബദർ യുദ്ധം നടക്കുന്നാൽ പിന്നെ ഈ വിശുദ്ധ ഖുർആൻ്റെ നബ എന്ത് എന്നുള്ളത് നിങ്ങളറിയും. ചിലർ പറഞ്ഞില്ല, മരണത്തോടു കൂടി നിങ്ങൾക്കറിയാൻ കഴിയും വിശുദ്ധ ഖുർആൻ്റെ വൃത്താന്തം അതെന്ത് എന്നുള്ളത്. ചിലർ പറഞ്ഞു അല്ല, പരലോകത്ത് വിചാരണയുടെ കോടതിയിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ അവിടുന്ന് ബോധ്യപ്പെടും വിശുദ്ധ ഖുർആൻ്റെ വിവരം എന്നുള്ളത് എന്നാണ്. ഒക്കെ എന്താണ്? ബദറോട് കൂടിയിട്ട് കുറേ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്, മരണത്തോട് കൂടിയിട്ട് മരിച്ചവർക്ക് മനസ്സിലായിട്ടുണ്ട്. അന്ത്യനാളിലെത്തിയിട്ടുണ്ടെങ്കിൽ അവിടെ ശരിക്ക് ഇൽമുൽ യഖീനും ഐനുൽ യഖീനും ഹഖുൽ യഖീനും ഒക്കെപ്പാടെ എന്ത് ചെയ്യും? അവിടുന്ന് ലഭിക്കും. ഇൽമുൽ യഖീൻ ഇവിടുന്ന് നമുക്ക് കിട്ടുന്ന അറിവാണ്. ഐനുൽ യഖീന് നമ്മൾ അവിടുന്ന് കാണുമ്പോൾ മനസ്സിലായില്ലേ? അതേപോലെ തന്നെ ഹഖുൽ യഖീൻ അത് അവിടെ നിന്ന് ആസ്വദിക്കുമ്പോൾ അനുഭവിക്കുമ്പോൾ അതോടുകൂടി കിട്ടുന്ന ഇൽമാണ്. ഏതായാലും വലതഅലമുന്ന നബഅഹു ബഅദ ഹീൻ, സമയങ്ങൾക്കപ്പുറം ഈ വിശുദ്ധ ഖുർആൻ്റെ വൃത്താന്തം അത് ഒരു സാഹിറിൻ്റെ വർത്താനാണോ അതല്ല ഇതൊരു കദ്ദാബിൻ്റെ വ്യാജമാണോ, ഇതൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? അറിയാൻ പറ്റും എന്നുള്ള ഒരു മുന്നറിയിപ്പിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂറത്തിനെ അവസാനിപ്പിക്കുന്നത്. ഇല്ല, മരണശേഷം പിശാചിൻ്റേത് ഉണ്ടാവും, അത് നരകത്തിൽ വരെ ഉണ്ടാകും. നരകത്തിൽ പിശാചിൻ്റെ വയലുണ്ടാവുമല്ലോ. സൂറത്ത് ഇബ്രാഹിമിൽ പറയുന്നില്ലേ, പിന്നെ ഈ ഫിത്നയിലകപ്പെടുത്തുക എന്നുള്ളത് ഈ തക്ലീഫിൻ്റെ വേദിയിലല്ലേ. മരണം വരെ ഉണ്ടാകും. അത് ഉയർത്തുന്ന നാൾ വരേക്കും ഇവിടെ ആളുകളിൽ ഉണ്ടാവില്ലേ? അതുവരേക്കും ഇവിടെ ആളുകൾ ഉണ്ടാവില്ലേ? ഇവിടെയാണല്ലോ ഇബ്ലീസിൻ്റെ ഷർറ്, ഫിത്ന. അതുവരേക്കും ഇവിടെ ആളുകൾ ഉണ്ടാവില്ലേ? അതുവരേക്കുമുള്ള ആളുകളെ ഫിത്നയിൽ അകപ്പെടുത്താൻ ഇബ്ലീസ് ഇവിടെ ഉണ്ടാവും. ഖലാസ്, നമ്മുടെ സൂറത്ത് സ്വാദ് അവസാനിപ്പിച്ചു. എന്തെങ്കിലും വലിയ മസാല വിട്ടുപോയോ എന്നറിയില്ല. സുബ്ഹാനകല്ലാഹുമ്മ റബ്ബനാ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക.